അനുമതിയില്ലാത്തവരെ ഹജ്ജ് നിർവഹിക്കാൻ സഹായിച്ചാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. മക്കയിൽ പെർമിറ്റില്ലാതെ താമസിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. അനധികൃതമായി മക്കയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോയാൽ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 18 മുതൽ മെയ് അവസാനം വരെ മക്കയിലെ ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്വകാര്യ വസതികൾ തുടങ്ങിയവയിൽ അനുമതിയില്ലാത്തവർക്ക് താമസ വിലക്കുണ്ട്. സന്ദർശക വിസ ഉൾപ്പെടെയുള്ള വിസകളിലുള്ളവരെ താമസിപ്പിക്കുന്നവരും താമസിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിൽ സഹായം നൽകുന്നവരും 1 ലക്ഷം റിയാൽ പിഴ നൽകേണ്ടി വരും. അനുമതിയില്ലാത്തവരെ ഹജ്ജ് കാലത്ത് മക്ക നഗരത്തിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും കടത്താൻ ശ്രമിക്കുന്നവർക്കും ഇതേ തുക നൽകണം. നിയമലംഘകരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ വർദ്ധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹജ്ജിന്റെ ഭാഗമായി ശിക്ഷ നേരിടുന്നവർക്ക് നടപടി ആരംഭിച്ച് 1 മാസത്തിനകം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് അപ്പീൽ നൽകാനാവും. തീരുമാനത്തെ 60 ദിവസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ ചോദ്യം ചെയ്യാനാവുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശികൾ, പ്രവാസികൾ, വിവിധ വിസകളിൽ രാജ്യത്ത് തങ്ങുന്നവരും ഹജ്ജ് ചട്ടങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിയമലംഘകരെ ശ്രദ്ധയിൽപ്പെട്ടാൽ 911 എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സാബിത് സലീം, മീഡിയ 1, മക്ക.